അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന റിസൾട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ റിസൾട്ട് എത്രത്തോളം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ടെന്നുള്ളത്. എന്നെ കുറച്ച് പേര് അറിയണവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു വ്ളോഗറാണ്. എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ക്യാപ്പ് നേരത്തെ യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ ക്യാപ്പ് യൂസ് ചെയ്യാതെ പുറത്തോട്ട് പോകുമ്പോഴും ഫ്രണ്ട്സിനെ കാണുമ്പോഴും ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി ഈ ഒരു റിസൾട്ടിനെ കുറിച്ച്. അതിനുശേഷമാണ് എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടി തുടങ്ങിയത്. ഈ ഒരു കോസ്മെറ്റിക്സിൽ നിന്ന് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എന്ന് തോന്നി തുടങ്ങിയത്. ഇത് 6th മന്തിൻ്റെ റിസൾട്ടാണ് ഇപ്പം. ഇനിയിപ്പോൾ ഇത് ഫുൾ ഗ്രോത്ത് വരാനായിട്ട് ഒരു 2 മാസം കൂടി ഉണ്ട്. പൊതുവേ ഒരു ധാരണ ഉണ്ട് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫണ്ടിനെ കുറിച്ചുള്ള ധാരണയൊക്കെ തെറ്റാണ് സത്യം പറയാനായി. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഈ കൺസൾട്ട് ചെയ്യുക, നേരെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, എത്ര രൂപ ആവും എന്നുള്ളത്. ഒരു ഫണ്ട് എടുക്കാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് EMI അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മൊബൈൽ എടുക്കണ ഒരു ലാഘവത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഒന്ന് ചെയ്യാം. യങ് ആയിട്ടിരിക്കേണ്ട സ്റ്റേജിൽ തന്നെ നിങ്ങൾ യങ് ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ താങ്ക്സ് ടു കോസ്മെറ്റിക്സ്.